സാങ്കുട്ട ഉറങ്ങാണോ? അല്ല, പത്രം വായിക്കാം. നീ വല്ലതും കഴിച്ചോ? ആ, രാവിലെ 2 ഉണക്ക ദോശ കഴിച്ചു. അയ്യോ, അതിനുശേഷം ഒന്നും കഴിച്ചില്ലേ? എന്ത് കഴിക്കാൻ? ഇതാവാ എഴുന്നേക്ക്, ചൂടുവെള്ളം കുടിക്കും. ചൂടുള്ളൂ. നിനക്കെന്താ വട്ടായ? മഴക്കാലത്ത് എന്തൊക്കെ പകർച്ചവ്യാധികളാണെന്നറിയോ നാട്ടില്. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാവൂ. കുടിക്ക് കുടിക്ക്. ഇത് കണ്ടോ? എന്ത്? നിനക്കിഷ്ടപ്പെട്ട പുലാവ് ഇതാരുണ്ടാക്കിയതാ? ഞാൻ ഉണ്ടാക്കിയത്. കഴിക്കും. എനിക്ക് പക്ഷെ വിശപ്പിളപ്പാണ്. ആ ഒന്നും പറഞ്ഞാൽ പറ്റില്ല. കഴിക്കണം. കഴിക്കും. കഴിക്കും. നിനക്കൊന്നും പറ്റി? എനിക്കൊന്നും പറ്റില്ല. കഴിക്ക്. ഞാൻ കഴിച്ചോ? കഴിക്കോ? നല്ലോണം കഴിക്കണം. ചൂടുവെള്ളം കുടിക്കണം ഇടയ്ക്ക്. കുടിക്കില്ലേ? കഴിച്ചോളൂ. കഴിക്കണം. കഴിക്കും. ഇവിടെ ഇരുന്നോട്ടാ. ഇവിടെ ആവുമ്പോ ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നലുണ്ടാവില്ല. വല്ലാണ്ട് ബോറടിക്കാണെങ്കിലേ ദേ ഞങ്ങളുടെ ഫിഷ് മോളിനോട് സംസാരിച്ചോ. ഡീ മോളി പെണ്ണ, ദേ നിന്റെ ഫ്രണ്ട്സ് അവർ 2 പേരുട്ടാ. അവർക്ക് കമ്പനി കൊടുക്കണേ. ഞാൻ എപ്പോഴും ഇവിടെ ഉണ്ടാവണമെന്നില്ലല്ലോ. അയ്യോ, നിങ്ങളെന്താ പരിചയപ്പെടാണ്ട് നിക്കണ്? പരിചയപ്പെട്. അയ്യോ സോറി, നിങ്ങൾക്ക് ഞാൻ പേരിട്ടില്ല അല്ലേ? നീ സുനിൽ, നീ സൽമാൻ. ഇനി സമാധാനം പോലെ പരിചയപ്പെട്ടോട്ടാ. ദേ പിന്നെ ഇവള് നിങ്ങളെ വല്ലാണ്ട് സംസാരിച്ച് ബോറടിപ്പിക്കുകയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ വന്നിട്ട് നല്ല ഇടി കൊടുക്കുന്നുണ്ട്. ഓക്കെ? അയ്യോ സോറി, ലാൻഡ് ഫോൺ കണക്ഷൻ എടുത്ത് കൊടുക്ക്. നിന്നെ വിളിച്ചു പറയും. നീ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി. അയ്യേ, ആരെങ്കിലും ചെടിക്ക് സുനീന്ന് സൽമാൻ എന്നൊക്കെ പേരിടോടി. കുറച്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നമുക്ക് ആ പാടൊരു ഇളക്കം. എന്തോളക്കം? എനിക്ക് ഇളക്കൊന്നുമില്ല. ആരുടെ ഈ സുനി സൽമാനൊക്കെ? അതാരുമില്ല. ഞാൻ അവിടെ നിക്ക്, പറഞ്ഞിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ അറിയാലോ, ഞാൻ ഈ വിവരം എല്ലാവരുടെയും പാട്ടാക്കും. നീ ആരുടെയും പറയോ? ഞാൻ ആരുടെയും പറയൂ? സത്യം ചെയ്. ശരിക്ക് ചെയ്. സത്യം. അതെന്റെ 10ാം ക്ലാസ്സിലെ ലൈൻസാ. 2 ലൈൻ നീ ഒരേ പോസ്റ്റിൽ വലിച്ച? ആ നാട്ടിലുള്ള അമ്മമാർക്ക് ഇത്രയും ദാരിദ്ര്യമായിരുന്നു. പോടാ. എന്തായാലും കൊള്ളാം. ഇവന്മാരുടെ പേരൊക്കെ മാറ്റിക്കൊള്ളാം. ഇതൊന്നും ഇവിടെ നടക്കില്ല. കണ്ട അലവരാതികൾക്കൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇറങ്ങി പോടാ. വായി നോക്കി എന്റെ പിള്ളേരെ തൊട്ടാണ്ടല്ലോ. വെച്ചിട്ടോ? സാറ്റർഡേ അല്ലേ? ഇന്ന് ഞാനാ പാത്രം കഴുകേണ്ട ദിവസം. ഇങ്ങോട്ടാ. അതൊന്നും വേണ്ട, ഞാൻ കാണാം. നീ പുറത്തൊക്കെ പോയി ക്ഷീണിച്ചു വന്നല്ലേ. അത് സാരില്ലടാ, ഇങ്ങോട്ടാ, ഞാൻ കഴുകിക്കോളാം. നീ ഒന്ന് മാറിയെന്നേ. ഇതിലുണ്ടല്ലോ ഈ വാഷിംഗ് പൗഡറിലൊക്കെ ഭയങ്കര കെമിക്കൽസ് ആണ്. നിന്റെ കൈയുടെ സോഫ്റ്റ്നെസ് ഒക്കെ പോയി പോവും. അതിനൊന്നുമില്ല, ഇനി മുതലൊക്കെ ഞാൻ ചെയ്തോളാം. എന്താ? ഒന്നുമില്ല. എന്നാ നീ പോയി റെസ്റ്റ് എടുക്ക്. ചെല്ല്. എന്തോ കുഴപ്പമുണ്ടല്ലോ. എന്തോ കുഴപ്പമുണ്ടായിട്ടുണ്ട്. വൈകുന്നേരം തുടങ്ങി എന്തോ പന്തില്ലായ്മയുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട്. ഉച്ചവട്ട പ്രശ്നമാണോ? അല്ല, രാവിലെ തൊട്ടേ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വെളുപ്പിന് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. എനിക്കവൻ പുലാവൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. എന്റെ പൊന്നളിയ എന്നും പറഞ്ഞ നിനക്ക് ഓംലെറ്റ് ഇഷ്ടമാണെന്നൊന്നും പറയരുത്. അവൻ ചിലപ്പോ അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ പൂവൻകോഴിനെ ഓടിച്ചിട്ട് മുട്ടയിട്ടുണ്ട്. എനിക്ക് തോന്നണതേ. അതെ, കുറച്ച് നല്ല തണുത്ത മോരും വെള്ളം എടുക്കട്ടെ എല്ലാവർക്കും. ഈ മഴയത്താ വെള്ളോ? എന്നാ ഒരു ചൂട് സുനൈവാനി ആയാലോ? വേണ്ട, ഞാൻ ഈ തറയൊക്കെ ഒന്ന് തുടക്കട്ടെ. എന്നാല് വേണ്ടടാ. കക്കൂസെങ്കിലും കഴുകാൻ എന്നെ സമ്മതിക്കണം. നീ എന്തെങ്കിലും പോയി ചെയ്. താങ്ക്സ്. കക്കൂസ് കഴുകാൻ കിട്ടിയില്ല, എന്നെ ആകെ സങ്കടമായി. ഭാഗ്യം. എനിക്ക് തോന്നണതേ. അതെ, നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? പോയി കക്കൂസ് കഴുകടാ. ഓക്കെ. വട്ടയുണ്ടോ? ഇത് വട്ടൊന്നുമല്ല, വേറെന്തോണ്.
വേറെന്ത്? എനിക്കാണ് ഏതോ വീട്ടിൽ പണ്ട് പണിയെടുത്ത് പണ്ടറങ്ങി ചത്തുപോയ വേലക്കാരന്റെ പ്രേതം എന്തോ കയറിയാന്ന്. എനിക്ക് തോന്നണതേ നിനക്ക് കൊറേ നേരമായില്ല തോന്നാൻ തുടങ്ങിട്ട് ഒന്ന് മൊഴിയോ? ആ പറയാം. ആ. എനിക്ക് തോന്നണതേ ഇവന് കോംപ്ലക്സ് അടിച്ചിട്ടാണ്. എന്തിന്റെ കോംപ്ലക്സ്? ആ എനിക്ക് മനസ്സിലായി. എന്താണെന്നറിയോ, ആ. ഇവിടെ നമുക്ക് എല്ലാവർക്കും ജോലിയില്ലേ, അവന് മാത്രമല്ല ജോലി ഇല്ലാതുള്ളത്. അവനാണെങ്കിൽ വീട്ടിലെല്ലാവരും തരാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു ഞാൻ രാവിലെ അങ്ങനെ പറയണ്ടായിരുന്നു. സോറി പറയാം. എന്തിന് സോറി പറയണ്? നമ്മുടെ പയ്യനല്ലേ. നീ വാ നമുക്ക് സംസാരിച്ചു. ആ അതന്നെ. എന്താ മോനെ ഇവിടെ ഒന്ന് നിന്നിരുന്ന് ഒരു കാര്യം ചോദിക്കട്ടെ. വാ എന്താണ്? ഇരിക്കും. എടാ അതെ, നിന്നോട് ഞാൻ ഇതിനു മുമ്പും ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിനക്ക് എത്ര ആള് വേണമെങ്കിലും ഈ വീട്ടിൽ താമസിക്കാം. അതിന് നിന്റെ ചെലവോ ഈ വീട്ടിലെ ചെലവോ അതിനെ കുറിച്ചൊന്നും നീ ആലോചിക്കേണ്ട കാര്യമില്ല കേട്ടാ. അതിന് നമ്മളിവിടെ കുറെ പേരുണ്ട്. അതെ, ഞാൻ രാവിലെ പറഞ്ഞതാണെങ്കിൽ ഐ എം റിയലി സോറി. ഓക്കെ. ഇതൊന്നല്ല. പിന്നെന്താണ്? അല്ല, ഒരു ഫാമിലി ആകുമ്പോൾ അതിന്റെ ചെലവുകൾ ഉണ്ടാവുമല്ലോ. നിനക്കും വീട്ടിലേക്ക് വല്ലതൊക്കെ അയക്കണ്ടേ? പിന്നെ ലോണ് വേറെ. എനിക്കാണോ ഒന്നും കൂടെ തരാനും പറ്റുന്നില്ല. അതാണ്. എന്നാ ഒരു കാര്യം ചെയ്യ്, അടുത്ത മാസം തൊട്ട് ഇവന്റെ ലോൺ DIG അടച്ചോ. അത് ശരിയാവില്ല. അത് ശരിയാകത്ത്. എന്നാ ഇവിടെ കിടന്ന് ഒരു വരി ഓവർ ആക്ടിങ് കാണിക്കല്ലേ കേട്ടാ. നീ ഇവിടെ നമുക്ക് ആർക്കും ബാധ്യതയൊന്നും അല്ല. എടാ അവനവന് പറഞ്ഞിട്ടുള്ള പണി ചെയ്താൽ മതി. അല്ലാതെ ഒരു മാതിരി അക്കരക്കരല്ല ശ്രീനിവാസം കളിക്കരുത്. ഈ മീനവിയിൽ എന്തായോ എന്തോ അങ്ങനെ തോന്നി നിങ്ങക്ക്? ഇല്ല, ഒട്ടും തോന്നിയില്ല. എന്നാ ചുമ്മാ എന്തേലും ഉണ്ടാക്കിക്കൊണ്ടുവാ കാണട്ടെ. വേണമെങ്കിൽ ഇനിയിപ്പോ ചെല്ലു. സന്തോഷായി.